നമ്മളിന്ന് ഈ സമരം ഇവിടെ നടത്തുന്നത് കേരള ജനതയ്ക്ക് വേണ്ടിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ സമരം കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ സംസ്ഥാനം നേരിടുന്ന കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഉള്ളൊരു സമരമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുന്ന ഈ ഏകദിന സമരം, ഇതിനു മുമ്പ് നമ്മൾ ഡൽഹിയിൽ പോയി ഒരു സമരം നടത്തി. അതിനുശേഷം കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഈ സംസ്ഥാനത്തിൻ്റെ എല്ലാ ജില്ലകളിലും എല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ വലിയ സമര മുന്നേറ്റങ്ങൾ നടത്തി. പക്ഷേ ഇതിനോടൊന്നും പ്രതികരിക്കാതെ കേരളത്തോട് കടുത്ത അവഗണന, കേരളത്തിന് ലഭിക്കേണ്ട അവകാശങ്ങൾ, ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനത്തിൽ ഒരു സംസ്ഥാനത്ത് ലഭിക്കേണ്ട അവകാശങ്ങൾ, അത് BJP ഇതര സർക്കാരുകൾക്ക് നിഷേധിക്കുന്ന കാഴ്ചയാണ് ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്ത് കാണുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്തതുപോലെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി BJP അല്ലാത്ത ഗവൺമെൻറ്റുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ വരിഞ്ഞു മുറുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ കഴിഞ്ഞ നാളുകളിൽ സാമ്പത്തികമായി നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നൽകാതെ വരിഞ്ഞു മുറുക്കിയപ്പോഴും തൻ്റെ ധീരമായ നേതൃത്വത്തിലൂടെ ബഹുമാനായ മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഭിമാനകരമായ ഒരു നേട്ടമായി നമ്മൾ കാണണം. നമ്മൾ പ്രതിഷേധിക്കുമ്പോഴും നമ്മളെടുത്ത നിലപാടുകൾ, നമ്മളെടുത്ത ചുവടുവയ്പ്പുകൾ കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാതെ അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് അവസരം ഉണ്ടാക്കി കഴിഞ്ഞു. തിരുവനന്തപുരത്ത് കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായ വിഴിഞ്ഞം തുറമുഖം, ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടനമടക്കം നമ്മളെല്ലാവരും സാധാരണക്കാരായ ജനങ്ങൾ ധരിച്ചിരിക്കുന്നത് ഈ വിഴിഞ്ഞം തുറമുഖത്തിൽ കേന്ദ്രത്തിൻ്റെ എന്തോ ഒരു ഓഹരിയുണ്ട് എന്നാണ്. നമ്മൾ വളരെ വ്യക്തതയോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് വരെ ചിലവഴിച്ച പണത്തിൻ്റെ 2/3 ഭാഗത്തിലധികം പണം കേരള സംസ്ഥാന സർക്കാരാണ് ചിലവഴിച്ചിരിക്കുന്നത്. 1/3 ഭാഗം മാത്രമേ അദാനി ചിലവഴിച്ചുള്ളൂ. 1/3 ഭാഗം തന്നെ ഇല്ല അദാനി ചിലവഴിച്ചിരിക്കുന്നത്. അദാനി പോർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെയുള്ളത് കേന്ദ്ര ഗവൺമെൻറ് സഹായമായി കിട്ടുന്നത് വൈബിലിറ്റി ഗ്യാപ്പ് ഫണ്ടാണ്. ഈ വൈബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ഏതാണ്ട് 800 കോടിയിലധികം രൂപ വരുന്ന പണം നമുക്ക് തരാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ അത് വൈബിലിറ്റി ഗ്യാപ്പ് കണക്ക് നോക്കുമ്പോൾ നഷ്ടമുണ്ടെങ്കിൽ വൈബിലിറ്റി ഗ്യാപ്പ് വന്നാൽ അത് തരികയും അതിന് 35 വർഷം കൊണ്ട് ഇതിൻ്റെ 18 ഇരട്ടി പണം തിരിഞ്ഞു വാങ്ങുകയും ചെയ്യും. കേരളത്തിൽ നിന്ന് തിരിച്ചു വാങ്ങും. കേരളത്തിൻ്റെ അന്ന് ഭരിക്കുന്ന സർക്കാരാണെങ്കിലും കേരളത്തിലെ ജനങ്ങളിലേക്ക് അടിക്കുന്ന നികുതിയിൽ നിന്നും കേന്ദ്ര ഗവൺമെൻറ് തിരിച്ചു വാങ്ങുമെന്നാണ്. അപ്പം ഒരു സ്വകാര്യ കമ്പനിക്കാരൻ്റെ നഷ്ടം നികത്താൻ പണം തരാമെന്ന് പറയുന്നു എന്നുള്ളതല്ലാതെ ഈ ഒരു പോർട്ടിൽ BJP സർക്കാരിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പൈസ പോലും നിക്ഷേപമായി ഇല്ല എന്ന കാര്യം കേരളത്തിലെ ജനങ്ങളിൽ പലർക്കും മനസ്സിലായിട്ടില്ല. സാധാരണ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളുടെ വിചാരം ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെയും അദാനിയുടെയും കൂടെ ചേർന്നുള്ള ഒരു പോർട്ടാണ് എന്നൊരു ധാരണയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഓരോ വികസന കാര്യങ്ങളും എടുത്ത് പരിശോധിച്ചാൽ സംസ്ഥാന സർക്കാർ ഇവിടെ നിന്ന് ശേഖരിക്കുന്ന സാമ്പത്തികം ഉപയോഗിച്ച് നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. ക്ഷേമ പെൻഷനാണെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളിലും വർധന ഉണ്ടാകുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ശ്രമഫലമാണ്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും കിഫ്ബി എന്ന പദ്ധതിയിലൂടെ എല്ലാ MLA-മാരുടെയും പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ MLA-മാരുടെയും മണ്ഡലങ്ങളിൽ സ്കൂളുകൾ നിർമ്മിച്ചു, റോഡുകൾ നിർമ്മിച്ചു, ആശുപത്രികൾ നിർമ്മിച്ചു. വലിയ കോടാനുകോടിയുടെ വികസനം നമ്മൾ കൊണ്ടുവന്നു. കിഫ്ബിയിലെ പണം എന്ന് പറയുന്നത് കേരള സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നതാണ്. പലിശയ്ക്ക് ഏതാണ്ട് ബാങ്ക് പലിശയോളം കൊടുത്ത് കടമെടുക്കുന്ന പണം, ബാങ്ക് പലിശയേക്കാൾ അല്പം കുറഞ്ഞിരിക്കുമെന്നുള്ളൂ. കടമെടുത്ത പണത്തിൽ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ വേഗത കൂട്ടുക എന്ന ലക്ഷ്യത്തോടെ ഒന്നാം പിണറായി സർക്കാർ, സഖാവ് പിണറായി വിജയൻ്റെയും സഖാവ് തോമസ് ഐസക്കിൻ്റെയൊക്കെ നേതൃത്വത്തിൽ മുന്നോട്ട് വെച്ച ഒരാശയമാണ്. ആ ആശയത്തിൻ്റെ ഗുണഭോക്താക്കളാണ് നമ്മൾ ഓരോ MLA-മാരും. എല്ലാവർക്കും സ്കൂളുകൾ ലഭിച്ചു, ആശുപത്രികൾ ലഭിച്ചു, നല്ല റോഡുകൾ ലഭിച്ചു. അന്തർദേശീയ നിലവാരമുള്ള റോഡുകളും സൗകര്യങ്ങളും ഒക്കെ ലഭ്യമാക്കാൻ കഴിഞ്ഞപ്പോൾ അത് കൊള്ളാം. അപ്പോൾ കേരളത്തിൻ്റെ വികസനത്തിന് 5, 10, 20 വർഷം കൊണ്ട് ലഭിക്കേണ്ട മുന്നേറ്റത്തെ വെറും 4, 5 വർഷം കൊണ്ട് നേടിയെടുക്കുവാൻ കഴിഞ്ഞ കരുത്തുറ്റ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് കിഫ്ബി. കിഫ്ബിക്ക് വേണ്ടി നമ്മൾ കടമെടുത്ത പണം അത് കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ കടബാധ്യതയോടൊപ്പം എഴുതി ചേർക്കുകയാണ്. നമ്മൾ വാങ്ങിയ കടം നമ്മൾ തന്നെ തിരിച്ചു കൊടുക്കണം. കേന്ദ്ര ഗവൺമെൻറ് ഗ്യാരണ്ടിയിലെടുത്ത പണമല്ല. ആ പണം നമ്മൾ തന്നെ തിരിച്ചു കൊടുക്കുന്ന ആ പണത്തിൻ്റെ കണക്കും കേന്ദ്രത്തിൻ്റെ കടം വാങ്ങാനുള്ള നമ്മുടെ അധികാരത്തിലേക്ക് കൈകടത്തുകയാണ്. ഇത് സാധാരണക്കാരായ ജനങ്ങൾ നമ്മളെ വരിഞ്ഞു മുറുക്കാൻ
ഈ സംസ്ഥാന ഗവൺമെൻറ്റിനെ വരിഞ്ഞു മുറുക്കുക എന്നതിൻ്റെ അർത്ഥം കേരളത്തിലെ ജനങ്ങളെ കഴുത്തിന് ഞെരിക്കുക എന്നുള്ളതാണ്. ഓരോ ദിവസം കഴിയുന്തോറും റേഷൻ്റെ ആനുകൂല്യങ്ങൾ കുറഞ്ഞു വരുന്നു. കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന ആനുകൂല്യങ്ങൾ നമുക്കറിയാം. കേന്ദ്രത്തിൻ്റെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ആ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെ ഗാന്ധിജിയുടെ പേര് പോലും, രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ പേര് പോലും മാറ്റിക്കൊണ്ട് അതിൽ മാറ്റം വരുത്തി സംസ്ഥാന സർക്കാരിൻ്റെ ഓഹരി കൂടി ഉൾപ്പെടുത്തണമെന്നാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരിനെ വീണ്ടും ഞെരിക്കുകയാണ് സാമ്പത്തികമായിട്ട്. നമ്മൾ കടം വാങ്ങാൻ അനുവദിക്കുന്നില്ല. നമ്മുടെ റിസോഴ്സസ് ഉപയോഗിച്ച് നമ്മൾ ശേഖരിക്കുന്ന ധനം കൊണ്ട് ഈ നാട്ടിലെ എല്ലാ കാര്യങ്ങളും നടത്തിപ്പോകുമ്പോൾ വീണ്ടും നമ്മളെ ഞെരിക്കുകയാണ് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ. നമുക്കറിയാം, പെൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ 18 വയസ്സിന് മുമ്പേ പണ്ട് കല്യാണം കഴിപ്പിക്കും. നേരെ ചൊവ്വേ അവരെ ഒന്ന് ഡിഗ്രി എടുക്കാൻ അനുവദിക്കാതെ കല്യാണം കഴിപ്പിക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഈ പെൺകുട്ടികളിൽ പലരും വിവാഹിതരായി, പിന്നെ വിവാഹമോചനം നേടി വിധവകളായി മാറി. അങ്ങനെ ഒറ്റപ്പെട്ട് കുഞ്ഞുങ്ങളുമായി ജീവിക്കുന്നവർക്കെല്ലാം ആശ്രയമായ ഒരു പദ്ധതിയായിരുന്നു. നേരെ ചൊവ്വേ വിദ്യാഭ്യാസം നേടാൻ കഴിയാത്തവർക്ക് അനുഭാനത്തോടെ ചെയ്യാൻ കഴിയുന്ന ഒരു ജോലിയായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി. ആ പദ്ധതിയെ BJP അട്ടിമറിക്കുകയാണ്, BJP ഗവൺമെൻറ് അട്ടിമറിക്കുകയാണ്. അപ്പോൾ ഏറ്റവും പാവപ്പെട്ടവർ, സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവർ, അതിൽ ബഹുഭൂരിപക്ഷം വരുന്നതും സ്ത്രീകളാണ് എന്നാലോചിക്കണം. തൊഴിലുറപ്പ് പദ്ധതിയിൽ പോകുന്നതിൽ ഏതാണ്ട് 99% സ്ത്രീകളാണ്. ആ സ്ത്രീകളുടെ അവരുടെ കഞ്ഞിയിലാണ് പാറ്റയിടുന്നത് കേന്ദ്ര ഗവൺമെൻറ്. ആരാ? സംസ്ഥാന സർക്കാരിനോടുള്ള വിരോധം തീർക്കുന്നതാണ്. അവിടെയും എന്താണ് ചെയ്തത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന, ഭാരതീയന മതേതരത്വത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി തന്ന മഹാത്മജിയുടെ പേരെടുത്ത് മാറ്റുക. ഇനി അത്യാവശ്യം മഹാത്മജിയുടെ പടമുള്ളത് നോട്ടിൽ മാത്രമേ ഉള്ളൂ. മഹാത്മജി മരിച്ചു പോയതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞാൽ എൻ്റെ പണം അതിൽ നിന്നൊന്ന് മാറ്റിത്തരണം എന്ന് പറയണം. ലോകത്ത് ഇത്രയും വിലയിടിയുന്നൊരു സാധനം ഇന്ത്യയുടെ രൂപ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. ലോകത്ത് എല്ലായിടത്തും ഡോളറുമായി വില താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും വിലയിടിയുന്ന സാധനം ഇന്ത്യയിലെ ഡോളറാണ്. മോഡിയുടെ ഭരണത്തിൽ ഇന്ത്യൻ റുപ്പിയാണ്. ആ ഇന്ത്യൻ റുപ്പിയിൽ നിന്ന് എൻ്റെ പണം ഒന്ന് മാറ്റിത്തരണം എന്ന് പറയാൻ മഹാത്മാഗാന്ധി ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ളതാണ്. അത്രത്തോളം മഹാന്മാരെ വരെ അപമാനിച്ചുകൊണ്ട് മതരാഷ്ട്രീയം കേരളത്തിലും ഇന്ത്യയിലും പടർത്തുകയാണ്.